ഹായ് ഫ്രണ്ട്സ്, 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം സൺഡേ കാറ്റീസും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് ആര്? ആൻസർ പീലാത്തോസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരാധന ക്രമവത്സരത്തിലെ ഏറ്റവും വലിയ തിരുനാൾ? ആൻസർ ഉയർപ്പു തിരുനാൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം? ആൻസർ ബലിയർപ്പണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തിതനായ ഈശോ ശിഷ്യന്മാരെ കണ്ടപ്പോഴെല്ലാം ആശംസിച്ചത് എന്ത്? ആൻസർ നിങ്ങൾക്ക് സമാധാനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏലിയ സ്ലീവ മൂശ കാലത്തെ പ്രധാന തിരുനാൾ ഏത്? ആൻസർ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദാവീദിൻ്റെ ഗോത്രത്തെ അനുഗമിച്ച ഏക ഗോത്രം? ആൻസർ ഇസ്രായേൽ. രണ്ടാമത്തെ സെക്ഷൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയുത്തരം എടുത്തെഴുതുക. ഓരോ മാർക്ക് വീതം 4 എണ്ണത്തിന് 4 മാർക്ക്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത ക്രൈസ്തവ സമൂഹം ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന്? ബ്രാക്കറ്റിൽ നവംബർ 1, ജനുവരി 6, ജൂലൈ 3, ആഗസ്റ്റ് 15 തന്നിട്ടുണ്ട്. ആൻസർ ജൂലൈ 3. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന്? ബ്രാക്കറ്റിൽ പെന്തക്കുസ്താ തിരുനാൾ, ഉയർപ്പ് തിരുനാൾ, ക്രിസ്മസ്, സ്വർഗാരോഹണ തിരുനാൾ തന്നിട്ടുണ്ട്. ആൻസർ പെന്തക്കുസ്താ തിരുനാൾ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചുംബനത്താൽ ഈശോയെ ഏറ്റുകൊടുക്കാൻ ചെന്ന യൂദാസിനെ ഈശോ വിളിച്ചതെന്ത്? ബ്രാക്കറ്റിൽ മകനെ, സാത്താനെ, ദുഷ്ടനായ സേവക, സ്നേഹിത. ആൻസർ സ്നേഹിത. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ മരിയ ഗൊരീത്ത മരിച്ചത് എന്ന്? ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. 1903 ജൂൺ 2, 1902 ജൂലൈ 6, 1904 ജനുവരി 3, 1905 ഡിസംബർ 1. ആൻസർ 1902 ജൂലൈ 6. 11ാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ലീഹായുടെ ഭാരതപ്രവേശന തിരുനാൾ എന്ന്? നവംബർ 21, ഡിസംബർ 3, ഒക്ടോബർ 2, ഒക്ടോബർ 31 ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആൻസർ നവംബർ 21. 12ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിലെ അവസാന ഗ്രന്ഥം? ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം, യാക്കോബ് എഴുതിയ ലേഖനം, വിശുദ്ധ പത്രോസ് എഴുതിയ 2ാം ലേഖനം, വെളിപാട്. ആൻസർ വെളിപാട്. 4ാമത്തെ സെക്ഷൻ ഉത്തരം എഴുതുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കാൽവരിയെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്നത് എപ്പോഴാണ്? ടെക്സ്റ്റ് ബുക്കിൽ 54ാമത്തെ പേജിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആ പാഠത്തിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരും. വിശുദ്ധ കുർബാനയിൽ അപ്പവും മീനും ഒരുക്കിയ കാസിയും പീലാസയും വഹിച്ചുകൊണ്ട് കാർമ്മികൻ അൾത്താരയുടെ മധ്യത്തിലേക്ക് വരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിക്കുന്നു. തുടർന്ന് കൈകൾ കുരിശാകൃതിയിൽ പിടിച്ച് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് ഇത് ഈശോയുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, കൈത്താക്കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? 14ാമത്തെ ചാപ്റ്ററിൽ 87ാമത്തെ പേജിലായിട്ട് 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടാണ് വരുന്നത്. വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്താക്കാലം അനുസ്മരിപ്പിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പുതുനായർ, മാർത്തോമ നായർ എന്നറിയപ്പെടുന്ന ദിവസമേത്? ഈ ദിനത്തിന് ആ പേരുകൾ വരാനുള്ള കാരണം എന്ത്? 18ാമത്തെ ക്വസ്റ്റ്യൻ, പുതുനായർ, മാർത്തോമ നായർ എന്നറിയപ്പെടുന്ന ദിവസമേത്? ഈ ദിനത്തിന് ഈ പേരുകൾ വരാനുള്ള കാരണമെന്ത്? 10ാമത്തെ ചാപ്റ്ററിൽ 66ാമത്തെ പേജിൽ പുതുനായർ, മാർത്തോമ നായർ എന്നിവയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം കേട്ടോ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബലിയർപ്പിക്കാൻ അണയുമ്പോൾ ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണമെന്നാണ് ഈശോ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ 60ാമത്തെ പേജിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട്, ആ പാഠപുസ്തകത്തിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നുണ്ട്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിൽ മുൻപിൽ വെച്ച് പോയിട്ട് സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, മനസ്താപ പ്രകടനം എഴുതാനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം ലഘുക്കുറിപ്പ് എഴുതുക. ടെക്സ്റ്റ് ബുക്സിലെ 75ാമത്തെ പേജിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടും കൊടുത്തിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ശിഷ്യന്മാർക്കു നൽകിയതും ശിഷ്യന്മാർ ഏറ്റെടുത്തതുമായ പ്രേക്ഷിത ദൗത്യം എന്താണ്? സ്ലീഹാ കാലത്ത് നാം അനുസ്മരിക്കുന്ന പ്രധാന രഹസ്യങ്ങളേവ? ടെക്സ്റ്റ് ബുക്കിൽ 80ാമത്തെ 81ാമത്തെ പേജിലായിട്ട് അതിൻ്റെ ആൻസർ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.